ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ ബെൻഡുണ്ടായിരുന്നു. അതേപോലെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ലീക്ക്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്, ഗിയർ പെഡൽ കംപ്ലയിൻറ്റ്, അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ സീലൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് പൈപ്പ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി കസ്റ്റമർ മേടിച്ച് തന്നിട്ടുണ്ട്. ഫോർക്ക് പൈപ്പൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്, ഓയിൽ സീലൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫോർക്ക് ഓയിൽ സീലിൻ്റെ ക്ലിപ്പ്, ഓറിങ്, അങ്ങനെ 1-2 ഐറ്റംസ് നമുക്ക് എടുക്കേണ്ടി വരും. ഫോർക്ക് ഓയിലൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഗിയർ പെഡൽ മാറ്റിയിട്ടുണ്ട്. ഗിയർ പെഡൽ പൊട്ടി ഇവിടെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മളതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൽഫ് മോട്ടർ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ സെൽഫ് മോട്ടർ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ വണ്ടി നമ്മൾ തള്ളി കയറ്റുന്ന സമയത്ത് ഫ്രണ്ട് വീല് നല്ല രീതിയിൽ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഈ ഡിസ്കിൻ്റെ ഈ കാളിപ്പർ അസംബ്ലിയിൽ വന്ന ഈ പിസ്റ്റൺ ഉണ്ടല്ലോ, പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു പിസ്റ്റൺ നല്ല ടൈറ്റ് അതിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ നമുക്ക് ഈ മാസ്റ്റർ സെറ്റും ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ബ്രേക്കിംഗ് കിട്ടാത്തൊരു കണ്ടീഷനുണ്ട് ഈ മാസ്റ്റർ അസംബ്ലി. അതൊന്ന് അഴിച്ച് നോക്കിയിട്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പയർ കിറ്റ് കിട്ടും. റിപ്പയർ കിറ്റ് മാറ്റിയിട്ട് റെഡി ആവുമെന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്ത് റിപ്പയർ കിറ്റ് മാറ്റി ഈ അടിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇത് അഴിച്ചിട്ട് പിസ്റ്റൺ സീല് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ്. പിസ്റ്റൺ മിക്കവാറും മാറ്റേണ്ടി വരില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ പിസ്റ്റൺ സീല് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ ക്ലിയറായി പൊക്കോളും കൂട്ടത്തിൽ കേട്ടോ. കാരണം പ്ലേറ്റിന് അങ്ങനെ വേറെ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും തോന്നണില്ല. നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ തള്ളി കയറ്റുന്ന സമയത്ത് ടൈറ്റ് കാണിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പരമാവധി നമുക്ക് നാളത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഡിസ്കിൻ്റെ കേസും കൂടി നമുക്ക് ചെയ്യാമെന്ന് കരുതുന്നു. കാരണം കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് വീണ്ടും എന്തെങ്കിലും ബ്രേക്കുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ട് കയറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനത് ഇപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. റിപ്പയർ ചെയ്തിട്ട് തേമാനം കൂടുതലാണെങ്കിൽ പിന്നെ നമുക്കത് മാറ്റിയിടാൻ പറ്റുള്ളൂ ഈ സാധനം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ പറയാൻ എന്തെങ്കിലും കേട്ടോ. അതുകൂടിയും കൂട്ടത്തിൽ കൂടെ ചെയ്തു പോവാം. അതല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു ദിവസം വീണ്ടും മെനക്കെടുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ആക്കണേ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കാം. അതേപോലെ ഡിസ്കിൻ്റെ കേസ് അഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.